കണ്ണൂരിലെത്തിയ അർച്ചനയും സുധിയും ഹോട്ടലിൽ മുറിയെടുക്കുന്നു. സുധിക്ക് അർച്ചനയുമായുള്ള അടുപ്പത്തെക്കുറിച്ച് ജയന്തി വിശ്വനാഥനോട് പറയുന്നു. എന്തിനാ അവളെയും കൊണ്ട് ഇന്ന് മാറി നിൽക്കണം? തുടർന്ന് കാണുക. എന്താ സർ, റെസ്റ്റോറന്റ് ക്ലോസ് ചെയ്യാറായി. എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട, ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്യാൻ പോവാ. അപ്പൊ സാർ വിവരമൊന്നും അറിഞ്ഞില്ലേ? എന്ത് സാറേ, കുറച്ചു മുമ്പ് തലശ്ശേരിയിലും കൂത്തുപറമ്പിലായി 2 കൊലപാതകങ്ങളാണ് നടന്നത്. പാർട്ടിക്കാർ തമ്മിൽ ഏറ്റുമുട്ടിയതാ. എല്ലായിടത്തും അക്രമവും തീവെപ്പൊക്കെ നടക്കുക. വണ്ടികളൊന്നും ഓടുന്നില്ല. പോലീസ് 2 ഇടത്ത് വെടിവെച്ചു. ഇന്നിനി നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സാറേ. എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുവരാം. താൻ ചെല്ല്, ഞാൻ വന്നോളാം. ശരി സാർ. തലശ്ശേരിയിലും കൂത്തുപറമ്പിലുമായി ഉണ്ടായ രാഷ്ട്രീയ സംഘടനത്തിൽ ഇതിനകം കൊല്ലപ്പെട്ടത് 3 പേരാണ്. അനവധി വാഹനങ്ങൾ അക്രമികൾ തല്ലി തകർക്കുകയും തീയിടുകയും ചെയ്തു. ജില്ലയിൽ അപ്രഖ്യാപിത ഹർത്താലിന്റെ പ്രതീതിയാണ് സംജാതമായിരിക്കുന്നത്. വാഹനങ്ങളുമായി പുറത്തിറങ്ങരുതെന്ന് പോലീസിന്റെ കർശന നിർദ്ദേശമുണ്ട്. നമ്മളിനി എന്ത് ചെയ്യും? കണ്ടില്ലേ, നമ്മൾ എങ്ങനെ പോവും? ഇപ്പൊ പോവാനോ? എല്ലായിടത്തും പ്രശ്നങ്ങളാ. ദേ, റോഡിലിറങ്ങി കാറിലിട്ട് നമ്മളെ കത്തിക്കും. വിഷമിക്കാതെ അർച്ചനെ, താൻ വീട്ടിൽ വിളിച്ച് കാര്യം പറ. ഇപ്പൊ അവരും അറിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് നാളെ രാവിലെ പോവാം. സന്ധ്യയ്ക്ക് മുമ്പേ വീട്ടിലെത്തുകയും ചെയ്യാം. വന്ന് കുടുങ്ങിപ്പോയില്ലേ, ഇനി ഇത് നേരിട്ടേ പറ്റൂ. ദേ, റെസ്റ്റോറൻറ്റ് അടയ്ക്കുന്നതിന് മുമ്പ് ഞാൻ പോയി ഫുഡ് വാങ്ങിയിട്ട് വരാം. എക്സ്ക്യൂസ് മീ. യെസ്. ഇവിടെ റെസ്റ്റോറൻറ്റ് ഏത് ഭാഗത്താ? അവിടെയാണ് സർ. താങ്ക് യു. വെൽക്കം. സർ, ഓർഡർ. ആദ്യം ഒരു സ്ട്രോങ് ബിയർ, പിന്നെ ഒരു എഗ് ആൻഡ് പീസ്. ബാക്കി പിന്നെ പറയാം. ശരി സാർ. സർ, ഓപ്പൺ ചെയ്തിട്ട് സർ. സർ ഒഴിക്കട്ടെ. സാർ, ഓർഡർ. സർ, ഇനി എന്തെങ്കിലും? ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് പാഴ്സൽ എടുത്തു. സർ, വേറെ എന്തെങ്കിലും വേണമെങ്കിൽ പറയണം. ഉടനെ ക്ലോസ് ചെയ്യും. ഒരു ബിയർ കൂടി എടുത്തു. പാഴ്സൽ ഇപ്പോൾ കൊണ്ടുവരാം സർ.
പറ ഹേമൻ, അവരെ പറ്റി പുതിയ വിവരങ്ങളെല്ലാം കിട്ടിയോ? സർ, ഹോട്ടൽ അന്നെ ആർക്കേട്ടില്ല. ശ്രുതി ആ പെൺകുട്ടി അവിടെയുണ്ട്. ഇന്ന് വെളുപ്പിനെ അവരവിടെ എത്തിയത്. ഒരു ബാങ്ക് ടെസ്റ്റ് എഴുതാൻ നമ്മുടെ ശ്രുതി അവൾക്ക് കൂട്ടുവന്നതാണ്. ഓ, ടെസ്റ്റ് കഴിഞ്ഞ് അവർ സന്ധ്യയ്ക്ക് മടങ്ങാനിരുന്നപ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. ASI സുഗതം ഹോട്ടലിലുണ്ട്. ശ്രുതി ബിയർ പാർലറില്ല, പെൺകുട്ടി റൂമിലും. അവൻ എന്റെ മകനാണെന്നുള്ള കാര്യം പുറത്തറിഞ്ഞോ? ഇല്ല സർ. ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കണം. എന്ത് വേണമെന്ന് സാർ പറഞ്ഞാൽ മതി. രണ്ടിനെ റെയ്ഡിൽ പൊക്കിയേക്കാം. സർ, പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. സ്റ്റേഷനിലെത്തുമ്പോ ശ്രുതിക്ക് പകരം മറ്റൊരുത്തനാവണം അവളുടെ കൂടെ. അവളിനി പുറം ലോകം കാണരുത്. സർ. ഇത് SP വിശ്വനാഥന്റെ ഓർഡർ. സർ. എന്തെങ്കിലും വിവരം കിട്ടിയോ വിശ്വേട്ടാ? നിന്റെ സൽപുത്രൻ കണ്ണൂരിലൊരു ഹോട്ടലിലുണ്ട്, കൂടെ ആ പെണ്ണും. അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞ വിശ്വേട്ടാ? ആ പേടി വേണ്ട. അവനവൾക്ക് കൂട്ടുപോയതാ ബാങ്ക് ടെസ്റ്റ് എഴുതാൻ. ഇപ്പോഴാ എനിക്ക് ആശ്വാസമായത്. വൈകിട്ട് മടങ്ങാൻ തുടങ്ങുമ്പോഴാ കണ്ണൂരിൽ അക്രമം തുടങ്ങിയത്. രണ്ടുപേരും ഇപ്പോ ഹോട്ടൽ മുറിയിലുണ്ട്. നാളെ അവര് തിരിച്ചു വരും. ഒന്നും അറിഞ്ഞതായിട്ട് നമ്മൾ ഭാവിക്കണ്ട. ആ പെണ്ണ് ഏതാണെന്ന് കണ്ടെത്തണം. വിഡ്ഢിത്തം പറയാതിരിക്കാൻ. ഈ ഒരു രാത്രി അവനെയും അവളെയും ഒരു ഹോട്ടൽ മുറിയിൽ കഴിയാൻ ഒന്നിച്ചു വിടണം അല്ലേ? അതിനേക്കാൾ വലിയ മണ്ടത്തരം വേറെ എന്തുണ്ട്? ഒരു ചെറുപ്പക്കാരന്റെ കൂടെ അത്രയും ദൂരം പോകണമെങ്കിൽ അവൾ എത്രക്കാരിയായിരിക്കും? അവനായിരിക്കില്ല, അവളായിരിക്കും അവനെ കീഴ്പ്പെടുത്തുന്നത്, അവന്റെ ജീവിതത്തിൽ കടന്നു കയറാൻ വേണ്ടി. അതേടി, ഇതുവരെ ശ്രുതിക്ക് അവളോടൊരു ഇഷ്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ രാത്രി അവർ ഒരുമിച്ച് കഴിഞ്ഞാൽ പിന്നെ അവന്റെ ജീവിതത്തിൽ നിന്ന് അവളെ അടർത്തി മാറ്റാൻ ആർക്കും കഴിയില്ല. എങ്കിലത് തടയണം. നീ അങ്ങനെ ചിന്തിക്ക. അല്ല, എന്ത് ചെയ്യാനാ വിശ്വേട്ടന്റെ പ്ലാൻ? രണ്ടിനെയും റെയ്ഡിൽ പിടിക്കാൻ ഞാൻ ഹേമനോട് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, റെയ്ഡോ? അപ്പോ നമ്മുടെ മോനെ? അവനൊന്നും സംഭവിക്കില്ല. അവൻ ആരെന്ന് പോലും അറിയാതെ പോലീസ് വഴിക്ക് അവനെ ഇറക്കി വിടും. അവൾക്കൊപ്പം ഇമ്മോറ ട്രാഫിക്കിനകത്ത് പോകുന്നത് പ്രതിഫലം വാങ്ങിയ മറ്റൊരാളായിരിക്കും. ദേ വിശ്വേട്ടാ, ഇത് തീക്കളിയാ. അതെ, തീക്കളി തന്നെ. ഒരു രാവും പകലും തീയിൽ ചവിട്ടി നിൽക്കുകയായിരുന്നല്ലോ നമ്മൾ. പക്ഷെ ഇത് ഗുണത്തേക്കാളേറെ ദോഷേ ചെയ്യൂ. എങ്ങനെ? അവളെ മാത്രം റേഡി കുടിക്കുക, അവൻ തിരിച്ചു പോരുന്നാണോ വിശ്വേട്ടൻ കരുതുന്നത്? അതിന്റെ പിന്നിൽ കളിച്ചത് നമ്മളാണെന്ന് അവൻ അറിയും. അവൻ അവളെ പുറത്തു കൊണ്ടുവരികയും ചെയ്യും. അവക്ക് പേരുദോഷം ഉണ്ടായ നിലയ്ക്ക് അവളെ കൊണ്ടുവരുന്നത് ഈ വീട്ടിലേക്കാവും. വിശ്വേട്ടന്റെ മുന്നിൽ വെല്ലുവിളിയോടെ അവളുടെ കൈയും പിടിച്ച് അവൻ വന്ന് നിൽക്കും. നമുക്ക് എന്ത് ചെയ്യാനാവും വിശ്വേട്ടാ? ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞ അവൻ അതും ചെയ്യും. തോറ്റു പോകുന്നത് നമ്മളല്ലേ? അതെന്റെ തോൽവിയായി ഞാൻ കാണില്ല. എനിക്ക് അങ്ങനെ ഒരു മകനില്ലെന്ന് ഞാൻ പ്രഖ്യാപിക്കും. അപമാനം സഹിച്ച് ജീവിക്കുന്നതിനേക്കാൾ ഭേദം ഈ രാത്രി കൊണ്ട് എല്ലാം അവസാനിപ്പിക്കുന്നതാ. ഇതെന്റെ കയ്യിൽ കിട്ടിയ ലാസ്റ്റ് ചാൻസാ. അത് ഞാൻ പാഴാക്കില്ല. അതിനിടയിൽ നീ അവന്റെ ഫോണിലേക്ക് വിളിച്ച പിന്നെ അമ്മയും മകനും മാത്രമേ ഉണ്ടാവൂ. മറന്നേക്കണം നീ എന്നെ. എന്താടി മോളെ, ഇവിടുത്തെ വിവരങ്ങളൊക്കെ ടിവിയിൽ കണ്ടില്ലേ? പിന്നെ എനിക്ക് ടി വി കണ്ടിരിക്കാനല്ലേ നേരം. നിനക്കിപ്പോ എന്താ വേണ്ടത്? ഇവിടെ ഹർത്താലും അക്രമവും ഒക്കെ നടക്കുക. വണ്ടികളൊന്നും ഓടുന്നില്ല. അതിനിപ്പോ ഞാൻ എന്ത് വേണം? അത് രേവതി, നാളെ ഇവിടുന്ന് തിരിക്കാൻ പറ്റൂ. സത്യം പറയടി, നിന്റെ കൂടെ ആരടി ഉള്ളത്? ടെസ്റ്റ് എന്നും പറഞ്ഞ് ആരുടെ കൂടെ സൂയിക്കാനാണടി നീ പോയത്? എല്ലാം കഴിഞ്ഞ് ആ വഴിക്ക് അങ്ങ് പൊയ്ക്കോണം. ഇങ്ങോട്ട് കയറി വരരുത്. ഇപ്പൊ മനസ്സിലായില്ലേ അവള് പോയത് എന്തിനാന്ന്?
ഈ ഒരു രാത്രി കൂടി കഴിഞ്ഞിട്ടേ വരവുള്ളൂന്ന്. അതെന്താ? കണ്ണൂരിലെ ഹർത്താലാണത്രേ. ആരോടാ അവളീ നുണ പറയുന്നേ? ഹർത്താലിന് ഓടാത്ത ഏത് ട്രെയിനാ ഉള്ളത്? അച്ചുവെച്ച് നുണ പറയില്ല. നീ വിശ്വസിക്കണ്ടടി. ഹർത്താൽ എന്ന് പറയുന്നതേ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാ. ആർക്കാ അത് അറിഞ്ഞൂടാത്തത്? എന്റെ ഈശ്വര, എന്തൊക്കെയാ കേൾക്കുന്നത്? അമ്മ ഓരോന്ന് കേൾക്കാൻ പോകുന്നതേ ഉള്ളൂ. മണി 9 ഉച്ചയ്ക്ക് ടെസ്റ്റ് കഴിഞ്ഞതാ. ഇത്ര നേരം അവൾ എന്ത് ചെയ്തു? അതിന് ട്രെയിൻ വൈകുന്നേരമല്ലേ? റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ കഴിഞ്ഞാൽ ട്രെയിനും ഉണ്ടാവും. ഞാൻ ഇപ്പോഴും പറയുന്നു, ടെസ്റ്റ് എഴുതാനൊന്നും അല്ല അവള് പോയത്. പോയത് കണ്ണൂരിലേക്ക് തന്നെയാണോന്ന് ആർക്കറിയാം. നാളെ അച്ഛനെങ്കിൽ വരും. അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായേ തീരും. എന്താ സുധി, എന്താ ഇത്ര വൈകി? ഫുഡ് ഞാൻ അവിടെ ഇരുന്ന് കഴിച്ചു. ഇത് തനിക്കുള്ളതാ. വീട്ടിൽ വിളിച്ച് വിവരം പറഞ്ഞോ? പറഞ്ഞു. പോവാൻ പറ്റാതിരുന്ന നമുക്ക് എന്ത് ചെയ്യാനാവും? അവർക്കത് മനസ്സിലാവും. താൻ വന്ന് കഴിക്കും. സുധിക്ക് എന്താ പറ്റിയേ? നത്തിങ്, ഒന്നുമില്ല. താൻ ഭക്ഷണം കഴിക്കേ. സുധി മദ്യപിച്ചോ? ഏയ്, തൻ്റെ ഓരോ തോന്നല. അല്ല, സുധി മദ്യപിച്ചു. ഒരു ബീറ് കഴിച്ചെന്നുള്ളത് നേരാ. ഇന്നലെ രാത്രി മുഴുവൻ ഡ്രൈവ് ചെയ്തല്ലേ, വല്ലാത്ത ക്ഷീണം. സുധിക്ക് ഇതൊക്കെ പതിവുണ്ടോ? എന്ത് പതിവ്? ഒന്നുമില്ല. സുധി ഇന്ന് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. സോറി അച്ഛന, താൻ അറിയില്ല എന്ന് കരുതി കഴിച്ചു പോയതാ. അറിഞ്ഞതുകൊണ്ട് തെറ്റ് സമ്മതിക്കുന്നു. സുധി കുറച്ചൊന്നും അല്ല കഴിച്ചത്. ഏയ്, ഒരു ബീറ് അത്രയേ ഉള്ളൂ. താൻ കഴിച്ചിട്ട് കിടക്കാം. നമുക്ക് വെളുപ്പിനെ പുറപ്പെടേണ്ടതല്ലേ. ജയന്തി, ഈ അളിയൻ കാണിക്കാൻ പോകുന്നത് അവിവേകാണ്. ഞാൻ എന്തു പറഞ്ഞാലും വിശ്വേട്ടന്റെ കാതിൽ കയറില്ല. ഭ്രാന്ത് പിടിച്ച് നിൽക്കുക. എനിക്കൊരു സമാധാനം ഇല്ല ഏട്ടാ. ഈ രാത്രിയിൽ എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോവും. എന്നെ കൊണ്ട് ഇനി ഈ ടെൻഷൻ താങ്ങാൻ വയ്യ. എന്റെ BP കൂടിക്കൊണ്ടിരിക്കുക. ഏട്ടൻ ഒന്ന് ഇങ്ങോട്ട് വാ. വിശ്വേട്ടനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. നീ ഫോൺ വെച്ചോ, ഞാൻ അങ്ങോട്ട് വരാം. ആ, താനിത് എന്തിനുള്ള പുറപ്പാടാ? ഞാൻ താഴെ കിടക്കാം സുധി. അർച്ചന എന്തായി കാണിക്കുന്നേ? ബെഡുള്ളപ്പോൾ നിലത്തിടക്കേണ്ട കാര്യം എന്താ? സുധി, ഒന്നും പറയണ്ട. താൻ ഇവിടെ വന്ന് കിടക്കും. AC റൂമിൽ നിലത്ത് വിറച്ച് കിടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. താൻ ഇവിടെ കയറി കിടക്കുന്നുണ്ടോ? ഞാനിവിടെ കിടന്നോളാം. സുധി എന്നെ നിർബന്ധിക്കരുത്. നിർബന്ധിക്കുക മാത്രമല്ല, അനുസരണക്കേട് കാണിച്ചാൽ പിടിച്ച് കിടത്താനും ഞാൻ മടിക്കില്ല.
ബെഡിൽ കിടക്കാനാ പറഞ്ഞത്. സുധി വിട്. എന്നെ കാണിക്കുന്ന എനിക്കതിന് കഴിയില്ലെന്ന് പറഞ്ഞില്ലേ? അപ്പോ ഞാൻ പറഞ്ഞ അനുസരിക്കില്ല അല്ലേ? ഇക്കാര്യത്തിൽ അനുസരിക്കില്ല. സുധി വിട്. ഇല്ല, താൻ കിടക്കുന്ന നിലത്താണെങ്കിൽ ഞാനും അവിടെ കിടക്കും. ഇങ്ങനെ എന്നെ പരീക്ഷിക്കരുത്. സുധിക്ക് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ കഴിയില്ല. സുധിയുടെ ഉള്ളിൽ കിടക്കുന്ന മദ്യ സുധിയെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്. അർച്ചന, ഞാൻ സുധി പ്ലീസ്. വാർത്തനെ വേണ്ട വേണ്ട സുധി. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. എന്നും നീ എന്റേത് മാത്രമായിരിക്കും. വേണ്ട വേണ്ട സുധി വേണ്ട. അളിയന്റെ പോലീസ് ബുദ്ധി കളഞ്ഞിട്ട് കുറച്ച് പ്രാക്ടിക്കൽ ആവും. ജയന്തി പറഞ്ഞ കാര്യങ്ങളാവും നാളെ സംഭവിക്കാൻ പോകുന്നത്. എന്ത് സംഭവിക്കുന്ന നടരാജൻ പറയുന്നേ? അവളിനി പുറലോകം കണ്ടിട്ട് വേണ്ടേ? ഇത് പഴയ കാലമല്ല എന്നുള്ളത് അളിയൻ ഓർമ്മ വേണം. അളിയനെതിരെ സുധി വിരൽ ചൂണ്ടും. എന്റെ നേരെ അവൻ എങ്ങനെ വിരൽ ചൂണ്ടും? ഞാൻ ചെയ്യിച്ചെന്ന് പറയാൻ എന്ത് തെളിവുണ്ട് അവന്റെ കയ്യിൽ? അവനൊരു പെണ്ണിനെയും കൊണ്ടുപോയ വിവരം ഞാൻ അറിഞ്ഞിട്ടില്ല. കണ്ണൂരിൽ കലാപം നടക്കുക, പോലീസ് അതിന്റെ പേരിൽ ഹോട്ടലുകൾ റെയ്ഡ് ചെയ്തു, അത്രയേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ അവരെ രണ്ടുപേരും ഒരുമിച്ച് പിടികൂടാനും ഒരുമിച്ച് കോടതി ഹാജരാക്കാനും അളിയൻ അനുവാദം കൊടുക്കൂ? അളിയൻ അങ്ങനെ ചെയ്താൽ സുധിക്ക് ഒരു സംശയം ഉണ്ടാവില്ല. ഇതിപ്പോ പാതി വഴിക്ക് അവനെ ഇറക്കി വിടുക, പകരക്കാരനായി മറ്റൊരാളെ കയറ്റുക. പാതി വഴിയിൽ വെച്ച് വേണ്ട, പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് അങ്ങനെ സംഭവിക്കുന്നതെങ്കിലും ഒരു രാത്രി സ്റ്റേഷനിൽ കഴിഞ്ഞാൽ അതിനിടയിൽ അവൻ പറയാതിരിക്കില്ല അവന്റെ അച്ഛൻ SP വിശ്വനാഥനാണെന്ന്. എന്റെ മകനാണെന്ന് അറിയുമ്പോ പോലീസ് ഒന്ന് കണ്ണടയ്ക്കും. അത് ശരിയാ. പക്ഷെ സുധിയുടെ മനസ്സ് കീഴടക്കി പെണ്ണാവള്. സംഭവിച്ചത് എന്താണെന്നും അവനറിയാം. കോടതിയിലോ മീഡിയാസിന്റെ മുന്നിലോ അവളെ ഹാജരാക്കിയാലും അവളെ അവൻ കൈവിടിലളിയ. ചെടി അറിയാതെ വേണം ചുവട്ടിലെ കള പിഴുത് കളയാൻ. അവൻ അവളെയും കൊണ്ട് തിരിച്ചു വരട്ടെ. അതുവരെ അളിയനൊന്ന് ക്ഷമിക്കും. ഇക്കാര്യത്തിൽ എനിക്ക് ക്ഷമയൊന്നുമില്ല. പോലീസ് ഹോട്ടൽ റെയ്ഡ് ചെയ്യും, അവളെ വേറൊരുത്തന്റെ കൂടെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. നിലാവിൽ വിടരുന്ന മലരെ കാറ്റോട് പോലും മിണ്ടാത്തതെന്തേ? മോഹങ്ങളെല്ലാം തൂമഞ്ഞു പോലെ മായുന്ന നേരം തളരുന്നുവോ? കണ്ണീരിലെന്നും നനയും നിൻ മനസ്സ് തിരിനീട്ടി വീണ്ടും തുടരുമീ തപസ്. കാണാനിലാവിൽ വിടരുന്ന മലരെ കാറ്റോട് പോലും മിണ്ടാത്തതെന്തേ? എന്നെക്കുറിച്ചെല്ലാം അറിഞ്ഞിട്ടും എന്നോട് ചതി ചെയ്യാൻ എങ്ങനെ തോന്നി? സുധിയുടെ മനസ്സിൽ ഇതാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. വിശ്വസിച്ചു കൂടെ വന്നവളല്ല ഞാൻ. ഒരു പാവം പെണ്ണിന്റെ മാനത്തിന് സുധി ഒരു വിലയും കൽപ്പിച്ചില്ല. ഞാൻ നശിച്ചവളായില്ല. അർച്ചനെ ഞാൻ ചതിച്ചിട്ടില്ല. തന്റെ വിശ്വാസം ഞാൻ തകർത്തിട്ടുമില്ല. തന്റെ മാനത്തിന് എന്റെ ജീവനേക്കാൾ വിലയുണ്ടെന്ന് അറിയുന്നവനാ ഞാൻ. എന്നിട്ടാണോ എന്നോട് കരഞ്ഞു യാചിച്ചതല്ലേ ഞാൻ? സുധി അത് കേട്ടോ? സുധിക്ക് വേണ്ടത് എന്റെ ശരീരമായിരുന്നു, കൂട്ടുവന്നതിനുള്ള പ്രതിഫലം അല്ല. അങ്ങനെ പറയില്ലേ അർച്ചന. തന്നെ എനിക്ക് നഷ്ടപ്പെടുമെന്ന് കരുതിയിട്ടാ.
എന്നും എന്നും നീ എന്റേതായിരിക്കാൻ ഇതല്ലാതെ മറ്റൊന്നും എനിക്ക് തോന്നിയില്ല. ക്ഷമിക്കർച്ചന. തൊട്ടുപോകരുതെന്നെ. അർച്ചനയ്ക്ക് എന്നെ എങ്ങനെ വേണമെങ്കിലും ശിക്ഷിക്കാം. നീ തരുന്ന എന്ത് ശിക്ഷ അനുഭവിക്കാനും തയ്യാറാ ഞാൻ. അർച്ചന എന്നെ സ്നേഹിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ ചെയ്തത് കടുത്ത ചതിയായനെ. പക്ഷെ തന്നെ എനിക്കറിയാം, ആ മനസ്സിൽ ഇഷ്ടവും എനിക്കറിയാം. എന്നിട്ടും ഏത് നിമിഷവും അകന്നു മാറാനുള്ള മനസ്സ് താൻ ഉണ്ടാക്കി വെച്ചു. അതല്ലേ സത്യം. തനിക്ക് എന്നോടുള്ള അകൽച്ച ഇല്ലാതാക്കാനാ ഞാൻ ശ്രമിച്ചത്. ദയവായിട്ട് എനിക്ക് അതിനൊരു അവസരവും തന്നു. ഇനി എന്നിൽ നിന്ന് അകന്നു പോവാൻ എന്റെ അർച്ചനയ്ക്ക് കഴിയില്ല. ഇപ്പൊ ഈ മനസ്സ് മാത്രമല്ല, ഈ ശരീരം എന്റേതാ, എന്റേത് മാത്രം. ഒരു ജീവിതകാലം മുഴുവൻ ഞാൻ തനിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ എന്നെ ഉപേക്ഷിച്ചു പോവാൻ തനിക്ക് കഴിയും അർച്ചന. എന്തിനാ സുധി എനിക്ക് ഇങ്ങനൊരു ശിക്ഷ? ഒരായുസ് ഒന്നിച്ച് ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് ചതിയാണോ അർച്ചന? അതിനെന്ത് ശിക്ഷയാണ് ഞാൻ അനുഭവിക്കേണ്ടത്? നീയില്ലാതെ എനിക്കൊരു ജീവിതമില്ല അർച്ചന. Come on. ആ രജിസ്റ്റർ ഒന്ന് എടുക്കുക. ഇതാ സാർ. Yeah.